ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ വെച്ചാൽ ഒരു സാരി മേക്കപ്പ് ലുക്കാണ്. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫർദർ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എൻ്റെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ചെയ്യാൻ പോകുന്ന സാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാരിയാണ്. ഇതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു ബ്ലാക്ക് സാരി. അപ്പോൾ ഇതിനെ ഞാൻ വേറൊരു രീതിയിലുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് ഉപയോഗിക്കുന്നത്. ടോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സാരി റെപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ട് ക്ലീൻ ചെയ്തു. അതിനുശേഷം ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതാണ് പ്ലമ്മിൻ്റെ. ഇതെന്നെങ്കിൽ റൈസ് വാട്ടർ മിക്സ് ചെയ്ത ഒരു സിറമാണ്. ഇതിനകത്ത് നല്ല ക്ലാരിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നല്ലൊരു ഇതാണ്. നമുക്കിത് ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മോയ്സ്ചറൈസിംഗ് ക്രീം ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ലോക്ക് ചെയ്യാൻ. നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത സിറത്തെ 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ലോക്ക് ചെയ്യണം. നമ്മൾ ഈ ഒരു സിറം വെച്ചിട്ട് തന്നെ. ഇത് പ്ലമ്മിൻ്റെ തന്നെ മോയ്സ്ചറൈസിംഗ് ക്രീമാണ്. ഇതും ആ റൈസ് വാട്ടറിന് ഒരു കൺസിസ്റ്റൻസി ആണ് ഉള്ളതിനകത്തും. ഇതാണ് അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൽ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സൺക്രീം. അതും പ്ലമ്മിൻ്റെ തന്നെയാണ്. ഓക്കെ, ഇനി ഇപ്പോൾ അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ക്രീമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ഇത് പിങ്കി എന്നൊരു പുതിയൊരു ബ്രാൻഡാണ്. ഞാനിത് എനിക്ക് ചെറിയ പനിയുണ്ട്, അതുകൊണ്ടുള്ള സൗണ്ടൊക്കെ ഒരു വ്യത്യാസം. അപ്പോൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മളെ സ്പോഞ്ച് വെച്ചിട്ട് ഞാനിത് നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചുള്ള മാക്സിമം മാറ്റി എടുക്കാനാണ് ശ്രമിക്കുക. ഫൗണ്ടേഷൻ ഉപയോഗിച്ച ശേഷം നമ്മൾ ആ ബ്ലഷ് ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ ഇത് വരുമ്പോൾ തന്നെ അത് സ്റ്റിക്കി ആയിട്ട് നിൽക്കുക. അപ്പോൾ ശേഷം നമുക്ക് കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചതിന് ശേഷം ബ്ലഷ് ഉപയോഗിക്കണം. ഫൗണ്ടേഷൻ ഉപയോഗിച്ച ശേഷം ബ്ലഷ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ ബ്രഷ് കൊണ്ട് തന്നെ ഞാൻ ഐ ഷാഡോ വെക്കുവാണ്. കണ്ണെഴുതുന്ന ചെറിയത് ഇത് മേൽവശവും എഴുതും താഴ്വശവും. അപ്പൊ ഞാൻ 2 കണ്ണിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ ഐലൈനർ ഉപയോഗിക്കും. ഐലൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐടെക്സിന്റെ ഡാസ്ലറിന്റെ ആണ് ഉപയോഗിക്കുന്നത്. ഐലാഷസ് വെച്ചു. ഐബ്രോ ഐലാഷസും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അത് ചെയ്യുക എന്നുള്ളത്. എനിക്ക് എവിടെ ചെന്നാലും ഐലാഷസ് വെക്കണം എന്നുള്ള വലിയൊരു ഇതാണ്. അപ്പോൾ അത് കോൺഫിഡൻറ്റ് ലെവൽ കൂട്ടുന്ന ഒരു സാധനമാണ്. എനിക്കിപ്പോൾ വെച്ചില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ലാഷസ് വെച്ചു. ഇനി എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടൊരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഷിൻ്റെ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മാഷിൻ്റെ. ഇതൊരു വെൽവെറ്റ് ആണ് കേട്ടോ. വെൽവെറ്റിൻ്റെ ഇതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ വെൽവെറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഇതാണ്.
സത്യമാണ് ഇത് 24 hours സൂപ്പറാണ് കേട്ടോ. നല്ലൊരു മാറ്റ് ഫിനിഷിങ് കിട്ടുന്നുണ്ട്. ഇപ്പം ഈവൻ ആ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴും എപ്പോഴും നമുക്ക് ഇത് ഇടാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ഇടണം തോന്നിയാൽ. അപ്പം ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഈ ഒരു നെക്ലസ് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോഴാണ്. അപ്പോൾ അതിൽ തന്നെ ഇയറിങ്സ്, വള, മോതിരം വേറെ കേട്ടോ, ഈ വളയും വേറെയാണ്, സെറ്റായിട്ടുള്ളതല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഹെയർ ചെയ്തിട്ട് അപ്പോൾ ഗൈസ് ഫൈനൽ ലുക്ക് ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. അധികം കോണ്ടോറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വരുത്തിച്ചിട്ടില്ല. ഒരു ഫൗണ്ടേഷൻ ഉപയോഗിച്ചു, ഒരു ബ്ലഷ് ഉപയോഗിച്ചു, പിന്നെ ആണെങ്കിൽ വേറെ ഒന്നും ഹൈലൈറ്ററോ അങ്ങനത്തെ ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു തോന്നുന്നു. പക്ഷെ ഞാനിങ്ങനെ പെട്ടെന്ന് ഒരുങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ ക്രോപ്പ് ടോപ്പാണിത്. ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെയാണ് ഞാൻ ഈ ഒരു സാരി വെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു സാരി ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ, നെക്സ്റ്റ് ഒരു സാരി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.